തൃശൂർ പുതുക്കാട് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ അസ്ഥികൾ കുട്ടികളുടേതാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. ആദ്യ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചെന്നാണ് അമ്മയുടെ മൊഴിയെന്ന് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയം ഉയരുകയാണ്. മദ്യലഹരിയിലാണ് യുവാവ് അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയതെന്നും റൂറൽ SP പറഞ്ഞു. അവൻ ബോധപൂർവമാണ് അവളെ കൊണ്ടത് കൊണ്ടുവരിച്ചത്. കാരണം ഇവർ തമ്മിൽ ആദ്യം അടുപ്പമുണ്ടായിരുന്നു, ഗർഭിണിയായി, രണ്ടാമത് വീണ്ടും ഗർഭിണിയായി, രണ്ടാമത്തെ കുട്ടി മരണപ്പെടുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ട്. ഇവൾ വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നൊരു സംശയം വന്നു, ഇവൾ അകന്നു പോകുന്നൊരു സംശയം അവനുണ്ടായി, ഇവൾ വേറെ പ്രപ്പോസൽ നോക്കുന്നൊരു സംശയം വന്നു. ഇന്നലെ ഇവർ തമ്മിൽ വൈകുന്നേരം വീണ്ടും തർക്കമുണ്ടായി. പിന്നെ കൊണ്ടുവന്നത് മനുഷ്യൻ്റെ അസ്ഥി തന്നെയാണോ കുട്ടിയുടെ അസ്ഥി തന്നെയാണോ എന്നൊക്കെ പരിശോധിക്കണം. അതിന് ഞങ്ങൾ ഒരു ഡോക്ടറുടെ സേവനം തേടി ഫോറൻസിക് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഇപ്പോൾ ഏതാണ്ട് അത് രണ്ട് കുട്ടികളുടെ അസ്ഥികളുടെ ഭാഗമാണെന്ന് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു, കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിയിരുന്നു. അപ്പം വയറ്റിൽ വെച്ച് തന്നെ 2 ദിവസം മുമ്പ് തന്നെ അനക്കമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാമത്തെ കുട്ടി അതും ഇതുപോലെ മരണപ്പെട്ടാണ് വന്നത് പറയുന്നു. രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല, അതവർ കൊന്നത് തന്നെയാണ്. രണ്ടാമത്തെ കുട്ടിയെ അവർ കരയാൻ തുടങ്ങി, ശ്വാസം മുട്ടിച്ചു കൊന്നു, മുഖത്ത് കുത്തിപ്പിടിച്ചു കൊന്നു. അത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഗോകുൽ VS ഉണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഞെട്ടിക്കുന്നതാണ്, അതേസമയം തന്നെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി പുറത്തുവരുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? രണ്ടാമത്തെ കുട്ടിയുടെ മരണം അത് കൊലപാതകമാണ് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അന്വേഷണം, ഇവരുടെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെ മറ്റു വിവരങ്ങൾ എന്താണ്? അതായത് ഇനി അറിയേണ്ടത് രണ്ടാമത്തെ കുട്ടിയുടെ മരണം അത് കൊലപാതകമാണോ അല്ലയോ എന്നുള്ളതാണ്. അതായത് പ്രധാനമായും പോലീസ് സംശയിക്കുന്നത് കൊലപാതകമാണെന്നാണ്. രണ്ടാമത്തെ കുട്ടി പ്രസവിച്ചപ്പോൾ 2024 ഈ സംഭവം ഉണ്ടായത്. അനീഷയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ കുട്ടി പ്രസവിക്കുന്നത്. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ കുട്ടി കരഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അയൽവാസികൾ അറിയാതിരിക്കാൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് കണക്കാക്കുന്നത്. പക്ഷേ അനീഷ അത് സമ്മതിക്കുന്നില്ല. അനീഷയുടെ മൊഴിയിൽ ഇത് കുറ്റസമ്മതം നടത്തിയിട്ടില്ല. അവർ പറയുന്നത് രണ്ടാമത്തെ കുട്ടിയും ജനിച്ചപ്പോൾ തന്നെ മരിച്ചു എന്നുള്ളതാണ്. പക്ഷേ പോലീസ് അതിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഭവൻ കൊണ്ടുവന്ന ഈ അസ്ഥികൾ അത് ഒരു കുഞ്ഞിൻ്റേത് തന്നെയാണെന്നും പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ പരിശോധനകൾ വേണം, തെളിവെടുപ്പ് നടത്തണം, അത്തരത്തിലുള്ള പല നടപടിക്രമങ്ങളുമുണ്ട്. ഇന്നലെ പുലർച്ചെ 12 മണിയോടെ, ഇന്ന് പുലർച്ചെ 12 മണിക്കാണ് ഇവിടേക്ക് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ആമ്പല്ലൂർ സ്വദേശിയായ ഭവൻ ഒരു ബാഗിൽ അസ്ഥികളുമായി എത്തുന്നത്. ഇത് തൻ്റെ കുഞ്ഞിൻ്റേതാണ് എന്നുള്ളത് പറഞ്ഞാണ് ഈ പോലീസിനെ ഈ തെളിവുകൾ കൈമാറിയത്. അയാൾ നന്നായിട്ട് മദ്യപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് ആദ്യഘട്ടത്തിൽ ഒരു സംശയം തോന്നി. പിന്നീട് പുതുക്കാട് പോലീസ് പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ അതിലൊരു കഴമ്പുണ്ട്, സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അനീഷയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇരുവരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് 2 കുട്ടികൾ എങ്ങനെ ഉണ്ടായി, 2 കുട്ടികൾ മരിച്ചു എന്നുള്ളതാണ്. അതിൽ വളരെ ദുരൂഹതയുണ്ടായിരുന്നു. ആദ്യ കുഞ്ഞിനെ അനീഷയുടെ വീട്ടിലും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കുഞ്ഞിനെ ഭവൻ്റെ വീട്ടിലുമാണ് സംസ്കരിച്ചത്. അത് അനീഷയുടെ വീട്ടിൽ നിന്ന് 8 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അസ്ഥികൾ മാറ്റി ഭവൻ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, അനീഷയുടെ അയൽവക്കക്കാർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. അനീഷ ഗർഭിണിയായിരുന്നോ എന്നുള്ള സംശയങ്ങളൊക്കെ ചില അയൽവക്കക്കാർക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ അനീഷ ചില വസ്തുക്കൾ കുഴിച്ചിടുന്നത് ചില അയൽവാസികൾ കാണുകയും ചെയ്തു. അപ്പോൾ തന്നെ തേടി പോലീസ് വരുമോ എന്നുള്ള ഒരു ഭയം അനീഷയ്ക്കുണ്ടായിരുന്നു. അത് ഭവനോട് പറഞ്ഞു. ഭവൻ ആ എല്ലുകൾ ശേഖരിച്ചു, അനീഷയുടെ വീട്ടിൽ നിന്ന് എല്ലുകൾ ശേഖരിച്ചു. പക്ഷേ ഭവൻ അത് മറ്റെവിടെയും കളഞ്ഞില്ല. കാരണം അനീഷ ഏതെങ്കിലും സാഹചര്യത്തിൽ തന്നെ വിട്ടു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അകലുകയാണെങ്കിൽ അന്ന് ഭീഷണിപ്പെടുത്താനുള്ള ഒരു തെളിവുകളായി ഈ എല്ലുകൾ ശേഖരിച്ചു വെച്ചു. ഇവർക്ക് രണ്ടാമത്തെയും കുഞ്ഞുണ്ടായി. ആ കുഞ്ഞും മരിച്ചു. അത് കൊലപാതകമാണെന്നാണ് പോലീസ് പറയുന്നത്. അതല്ല, സ്വാഭാവിക മരണമാണെന്ന് അനീഷയുടെ മൊഴിയുമുണ്ട്. ഏതായാലും അത് പോലീസ് കൂടുതൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഈ 2 കുട്ടികളുടെ സംഭവത്തിന് ശേഷം അനീഷ തന്നിൽ നിന്ന് അകലുന്നു എന്ന സംശയമാണ് ഭവൻ ഇന്നലെ രാത്രി പോലീസ് സ്റ്റേഷനിൽ വരാനും ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് പങ്കുവയ്ക്കാനും ഇടയായ സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ ദിവസം ഇരുവർക്കും ഇടയിൽ വഴക്കുണ്ടായിരുന്നു. അതിനിടയിൽ ഭവൻ അനീഷയെ വിളിച്ച് താനിത് പോലീസിനോട് പറയാൻ പോവുകയാണെന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്. നാടകീയമായ സംഭവം ഉണ്ടായത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ആദ്യം അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല എന്ന തോന്നൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് ഗോകുൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചെന്താണ്? ഇവിടെ നാടകീയമാണ്, അതേസമയം തന്നെ വലിയ ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. അതിൻ്റെ ചുരുൾ അഴിയുകയാണ്.
ഇയാൾ ഇനി പോലീസിന് എന്തൊക്കെ വിവരങ്ങൾ നൽകും എന്ന കാര്യത്തിൽ സൂചനകളുണ്ടോ? പോലീസിന് നൽകിയ വിവരങ്ങളെ കൃത്യമായി പരിശോധിക്കപ്പെടുന്നുണ്ടോ? ഇപ്പോൾ റൂറൽ SP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ വേഗത്തിൽ തന്നെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും വളരെ അതായത് ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിൽ സാക്ഷികൾ കുറവാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ കുറവാണ്. അപ്പോൾ ശാസ്ത്രീയ തെളിവുകളാണ് ആശ്രയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അത് കൃത്യമായി ശേഖരിക്കുക, അത് കൃത്യമായി പരിശോധിക്കുക. പ്രധാനമായും ഭവൻ തന്നെ കൊണ്ടുവന്ന അസ്ഥികളാണ്. അതിൽ 2 കുട്ടികളുടെ അസ്ഥികൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് കുട്ടികളുടെ അസ്ഥികളാണെന്ന് തെളിഞ്ഞു. ഇനി കുഴിച്ചിട്ട സ്ഥലം പരിശോധിക്കണം, അവിടെ ഏതെങ്കിലും തരത്തിൽ ഇതേ അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെയുള്ള നിരവധി വെല്ലുവിളികൾ ഇപ്പോൾ പോലീസിന് മുന്നിൽ അതെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും രതീഷ് സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് അത്ര കേട്ടാൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. 2 കുട്ടികളെയും ഇത്തരത്തിൽ കുഴിച്ചിട്ടു എന്ന് പറയുന്നത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിൽ ഒന്നാമത്തെ കുട്ടി സ്വാഭാവിക മരണമാണെന്ന അനീഷയുടെ മൊഴിയാണ്. പക്ഷെ അത് പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ആ കാര്യത്തിൽ ഒരു പരിശോധനയുണ്ട്. പക്ഷെ 2ാമത്തെ കുട്ടി പോലീസ് പറയുന്നത് ഇത് കുട്ടി ജനിച്ചു, കരച്ചിൽ വന്നു, അപ്പോൾ കൃത്യമായി അനീഷ കൊലപ്പെടുത്തിയതാണെന്നാണ്. ഈ വിവരങ്ങൾ ഭവനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണക്കാക്കുന്നത്. അതും പരിശോധിച്ചു വരികയാണ്. ഈ കാര്യങ്ങൾ ഇതിലെ ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നത് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക. ശാസ്ത്രീയ തെളിവുകളാണ് വളരെ പ്രധാനമായി മാറുക. വളരെ ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരുന്നത്. കൂടുതൽ ഊർജിതമായ അന്വേഷണം നടക്കുകയാണ്. അസ്ഥിയുമായി എത്തിയത് 25 വയസ്സുകാരൻ ഭവിനാണ്. നടക്കുന്ന വെളിപ്പെടുത്തലാണ് പോലീസ് സ്റ്റേഷനിൽ നടത്തിയിരിക്കുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഇനി നടക്കാൻ പോവുകയാണ്.